ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു നമ്മളല്ലേ. മിന്നൽ മുരളിയിൽ പറയുന്ന പോലെ എൻ്റെ 28 വർഷത്തെ കാത്തിരിപ്പൊന്നും അല്ലെങ്കിലും ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പൊക്കെ കഴിഞ്ഞു. ഫൈനലി ഫോക്കസ് ഏരിയ വന്നു. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ എക്സാംസിന്റെ ടൈം ടേബിളും വന്നു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒന്നും കൂടി ഫാസ്റ്റർ ആക്കണം. പഴയ പോലെ നമുക്ക് ഇനി സമയമില്ല, എക്സാംസിങ് അടുത്തു. അപ്പോൾ ഫുൾ A+ കിട്ടാനുള്ള അതിനുള്ളൊരു ട്രിക്കും കൊണ്ടാണ് മിസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ട്രിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ A+ കിട്ടാനുള്ള ട്രിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ സീക്രട്ട് ആക്കിയൊന്നും വെക്കുന്നില്ല, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫുൾ A+ കിട്ടിക്കോട്ടെ അല്ലേ, നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് എല്ലാവർക്കും ഫുൾ A+ മേടിക്കാം എക്സാമിനറുടെ കൂടെ. അപ്പൊ ട്രിക്ക് ഇതാ മിസ് ഇപ്പൊ തന്നെ റിവീൽ ചെയ്യും. അപ്പം ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫുൾ A+ കിട്ടാൻ വേറെ ട്രിക്ക് ഒന്നുമില്ല, പഠിക്കാന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്ക്. പക്ഷെ എങ്ങനെ പഠിക്കണം എന്നാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫുൾ A+ മേടിക്കാൻ പറ്റും. അപ്പൊ പലരും കുറേ ടൈം ടേബിൾസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരും. അപ്പൊ പറയും ഒരു ദിവസം 5 ചാപ്റ്റർ പഠിക്കണം, ഒരു ദിവസം 4 ചാപ്റ്റർ പഠിക്കണം, അങ്ങനെ പല പല കണക്കുകൾ കേൾക്കും. അപ്പൊ നമ്മൾ ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം ടേബിളിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ദിവസം ഒരു ചാപ്റ്ററേ നമ്മൾ പഠിക്കുള്ളൂ. സിമ്പിൾ ആണ്. അപ്പൊ ഒരു സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമില്ല. പഠിക്കുന്ന ചാപ്റ്റർ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ക്ലിയർ ആയിട്ട് പഠിക്കും. ഫോക്കസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ല. ആ ചാപ്റ്റർ പഠിക്കും, നമ്മൾ അത് റിവൈസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കും ടൈം ടേബിൾ ആണോ എങ്കിൽ പിന്നെ ജാനുവരിയിൽ തുടങ്ങാം. ഇല്ല, നമ്മൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. 31st നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മാത്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഫിസിക്സ് പഠിക്കും. മാത്സിന്റെ ചാപ്റ്റർ 1. അപ്പൊ മിസ്സി C1 C2 C3 ഇട്ടേക്കുന്നത് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ചാപ്റ്റർ 3 അങ്ങനെയാണ് കേട്ടോ. അപ്പൊ മാത്സിന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാ ഓർഡർ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മാത്സും ഫിസിക്സും പഠിക്കുന്നു. സൺഡേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജസ് പഠിക്കും. സൺഡേസിൽ നമ്മൾ ലാംഗ്വേജസും പഠിക്കും. ആ വീക്കിൽ പഠിച്ചതൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യും. അപ്പൊ സൺഡേസിൽ പൊതുവേ നമ്മൾ ഇച്ചിരി റിലാക്സ്ഡ് മൂഡായിരിക്കും. പക്ഷെ വെറുതെ അല്ല, നമ്മൾ ലാംഗ്വേജസ് പഠിക്കും. നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇതൊക്കെ പഠിക്കാനും സമയം വേണം. അപ്പൊ സൺഡേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജസിനും റിവിഷനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് പറഞ്ഞിട്ടുണ്ട്. റിവിഷൻ ഇല്ലെങ്കിൽ ഫുൾ കാര്യങ്ങളും കട്ടപ്പുകയായിരിക്കും. റിവിഷന്റെ സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മൾ ഗൂഗിളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോഴേക്കും ഗൂഗിൾ എന്താണ് എല്ലാം കൊണ്ടുവന്ന് നമ്മൾ സെർച്ച് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തരുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്ത് നമ്മൾ പിന്നെ ഓർക്കുമ്പോൾ ബ്രെയിൻ കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ എന്താണ് റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാം എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും എല്ലാവരും പറയും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു മിസ്സേ, പക്ഷെ മറന്നുപോയി. മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് റിവൈസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പിന്നെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ പോകുമ്പോഴും സെയിം ആണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോവും. അങ്ങനെ വീണ്ടും സൺഡേസിൽ നമ്മൾ ലാംഗ്വേജസ് പ്ലസ് റിവിഷൻ ആ വീക്കിൽ പഠിച്ച എല്ലാതും നമ്മൾ റിവൈസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വീക്കും അപ് ടു Jan 20th വരെയുള്ള ഒരു ടൈം ടേബിൾ ആണ് മിക്സ് ഫിക്സ് ചെയ്തേക്കുന്നത്. അതുവരെ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ ഒന്നും കൂടി ലെവലപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് സെയിം തന്നെ നമുക്ക് ഇതേ ഒരു ടൈം ടേബിൾ പാറ്റേൺ ഫോളോ ചെയ്യാം. സൺഡേസിൽ ലാംഗ്വേജസ് ആണല്ലോ എന്ന് വിചാരിച്ച് വെറുതെ കൂളായിട്ടിരിക്കരുത്. സൺഡേസിൽ ലാംഗ്വേജസും റിവിഷനും പ്രോപ്പർ ആയിട്ട് ചെയ്യുക. റിവിഷൻ മസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ A+ കിട്ടാനുള്ള ട്രിക്ക്. അപ്പൊ എല്ലാവരും ഇത് എത്രമാത്രം ഇഫക്റ്റീവ് ആയിരുന്നു എന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ പേഴ്സണലൈസ്ഡ് എന്ന് മാറ്റി നോട്ടിഫിക്കേഷൻസ് ഓൾ ആക്കിയിട്ട് വെക്കുക. നമ്മൾ ഇനിയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വരും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. Exam Winner. Crack your exams with Exam Winner and be a true winner.